ഋഷി മരിച്ചതായി ഒരു കഥ ഉണ്ടാക്കിയത് മുതലല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. കെവിൻ, നീ അന്ന് അങ്ങനെ ഒരു ബുദ്ധി പറയണ്ടായിരുന്നു. ഓ അത് ശരി. അപ്പൊ കുറ്റം എനിക്കായോ? നീ വീഴുന്ന ദിവസം എത്താറായി അരുന്ധതി. നീ നടത്തിയ കൊലപാതകത്തിന് കൃത്യമായി ശിക്ഷ വാങ്ങിത്തരും ഞാൻ. അവൻ ജീവനോടെ ഉണ്ട്. നീ എന്താ ഈ പറയുന്നേ? അതെ ചേച്ചി, അരുന്ധതി മാഡത്തിന്റെ മകൻ ഋഷി. അവനെ ആരും കൊന്നിട്ടില്ല. നീ എന്താ ശാരി പറയുന്നേ? നന്ദേട്ടനെ കൊടുക്കാൻ വേണ്ടിട്ടാ ഋഷിയെ കൊന്നു എന്നുള്ളൊരു കള്ള വാർത്ത സൃഷ്ടിച്ചത്. നീ പറയുന്ന എനിക്ക് വ്യക്തമാവുന്നില്ല. നീ വെറുതെ ഓരോന്ന് പറയല്ലേ ശാരി. ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം കൃത്യമായ തെളിവില്ലാതെ ഞാൻ പറയില്ലെന്നറിയില്ലേ ചേച്ചി? ഒക്കെ ഒരു നാടകമായിരുന്നു. നന്ദേട്ടനെ ട്രാപ്പ് ചെയ്ത് കുരുക്കാനും ഇസബെല്ലയ്ക്ക് ചില ആവശ്യങ്ങൾ ചേച്ചി വഴി നേടിയെടുക്കാനായി നടത്തിയ ഗൂഢാലോചനയ്ക്ക് ഇരയായി പോയതാ പാവ നന്ദേട്ടൻ. ആ കെവിനും ഇസബെല്ലയും ഋഷിയും കൂടിയാ ഈ പ്ലാൻ ആസൂത്രണം ചെയ്തത്. അവരതിൽ വിജയിക്കുകയും ചെയ്തു. നന്ദേട്ടനെ ഒരു കൊലയാളിയാക്കി മാറ്റാൻ അവർക്ക് പറ്റി. ഇല്ല, ഇവള് പറയുന്ന വിശ്വസിക്കട്ടെ മോളെ. നിങ്ങളെല്ലാം വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കാണെന്ന് അറിയാം. ഈ വാർത്ത കേട്ടിട്ട് ഞാനും അമ്പരന്ന് നിന്നു പോയതാ. ഈ കാര്യം പറഞ്ഞത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കൂടിയില്ലായിരുന്നു. പക്ഷെ പറഞ്ഞതാരാന്നറിയോ? ആരാ പറഞ്ഞത്? കെവിനും ഇസബെല്ലയും തന്നെയാ. അവരായിട്ട് നിന്നോട് പറഞ്ഞോ? അവര് പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. ചേച്ചി, ഋഷിയും നന്ദേട്ടനും തമ്മിൽ വഴക്കുണ്ടായി. നന്ദേട്ടൻ തല്ലിയപ്പോ ഋഷി വീഴുകയും ചെയ്തു. അതുവരെ എല്ലാം ശരിയാ. ബാക്കി നമ്മൾ കേട്ടതും അറിഞ്ഞതും ഒക്കെ ഒരു വൃത്തികെട്ട ഗൂഢാലോചനയുടെ ഫലമാ. ആ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാ നന്ദേട്ടൻ. നന്ദേട്ടൻ മാത്രമല്ല, ചേച്ചിയും ചന്ദ്രോത്തുകാരും നമ്മളും ഒക്കെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? ഇല്ല. ശരി, എന്നാ നിങ്ങളാരും വിശ്വസിക്കണ്ട. ഡേ, അവള് വെറുതെ പറയാന്ന് എനിക്ക് തോന്നേ. അമ്മേ, ശാരിക പറയുന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും അവൾ ഇങ്ങനെ ഒരു കാര്യം വെറുതെ പറയില്ല. ശാരി, ഞാൻ ഇപ്പൊ തന്നെ ഡിവൈഎസ്പി സാറിനെ വിളിക്കാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി നേരിട്ട് പോയി പരാതി കൊടുക്കാം. കൊള്ളാം, അസലായിട്ടുണ്ട്. നീ ചിരിക്കാതെ കാര്യം പറ ശാരി. ചേച്ചി എന്താ പറഞ്ഞത്? ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കാന്നോ? എന്റെ ചേച്ചി, കള്ളന്റെ ഇനിയും താക്കോൽ ഏൽപ്പിക്കണോ? ഈ ഗൂഢാലോചനയുടെ അസ്ഥിവാരം അയാളാ. അതെ ചേച്ചി, ചേച്ചി അന്വേഷണ ചുമതല ഏൽപ്പിച്ച ഡിവൈഎസ്പി ഐസക് കുരുവിള. അയാള് ഇസബെല്ലയുടെ പാപ്പനാ. പാപ്പനെന്ന് പറഞ്ഞ അച്ഛന്റെ അനിയൻ. ഇസബെല്ലയ്ക്കും കെവിനും വേണ്ടിയിട്ട് അയാളാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈശ്വര, എന്തൊക്കെയാ കേൾക്കുന്നത്? ചേച്ചി, ഇനി എത്രയും പെട്ടെന്ന് വേണ്ടത് നന്ദേട്ടനെ കണ്ടുപിടിക്കുക എന്നുള്ളതാ. നന്ദേട്ടൻ കൊലപാതകയാണെന്നോ നന്ദേട്ടനെ കുറിച്ചുള്ള മറ്റു പേടികളോ ഒന്നും വേണ്ട. നന്ദേട്ടനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് കാരണക്കാരായ ഓരോരുത്തരെയും പൊക്കണം.
ആദ്യം നമ്മുടെ ശിക്ഷ, പിന്നെ മതി നിയമത്തിന് വിട്ടുകൊടുക്കുന്നൊക്കെ. ഒരു മകനെ കാണാതെ കാത്തിരിക്കുന്ന ഒരമ്മയെ ഞാനവിടെ കണ്ടില്ല. ഋഷിയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ സങ്കടമല്ല, ടെൻഷനായിരുന്നു അവരുടെ മുഖത്ത്. നന്ദൻ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ട കാര്യങ്ങളും എനിക്കെന്തോ അത്രയ്ക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ക്ഷമിച്ച് ക്ഷമയുടെ അവസാനം എന്നെ വിട്ട് നീ പോയത്. പക്ഷെ ദേവി, നിന്നെ ആദ്യമായി കണ്ടതു മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ നീയാ. നീ എന്നല്ല, നീ മാത്രമാ. ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോയി. എന്താ ചേച്ചി? പാവം നന്ദു ഈ കുറച്ചു കാലം കൊണ്ട് എന്തുമാത്രം അനുഭവിച്ചു. നന്ദുവിനെ ഈ അവസ്ഥയിൽ എത്തിച്ച് ആരെയും വെറുതെ വിടാൻ പാടില്ല. ഈ ഒരു ഭീഷണിയൊക്കെ വെച്ചിട്ടാ നന്ദേട്ടനെ സ്വാധീനിച്ച് KK നായർക്കുള്ള പ്ലാന്റിന് ചേച്ചിയെ കൊണ്ട് അനുവാദം മേടിച്ചത്. ഇനി അങ്ങോട്ടും അവര് പലതും പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാ. പക്ഷെ ഇപ്പൊ അവർക്കൊരു പണി കിട്ടിയതേ, ഋഷി അവരുടെ കയ്യിൽ നിന്ന് പോയി. അതെ, ഋഷിയെ കാണാനില്ല. അതിന്റെ ഒരു ഓട്ടത്തിലാ അവരിപ്പോ. നന്ദേട്ടനെ കാണാതെ നമ്മൾ പരക്കം പായുമ്പോഴേ ഋഷിക്ക് വേണ്ടിയിട്ട് അവര് വെപ്രാളപ്പെടുക. ഋഷി എപ്പോ ഇവിടെ പോയി? അതറിയില്ല. നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കുരുക്കുകൾ ഇതിനകത്ത് വേറെ ഉണ്ട്. ചേച്ചി, എന്തായാലും നിയമപരമായി നന്ദേട്ടന് ഒരു കുഴപ്പമില്ലാന്ന് ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. അല്ല, നീ ഇതെങ്ങനെയാ കണ്ടുപിടിച്ചേ? ആ കെവിനും ഇസബെല്ലയും സംസാരിക്കുന്നത് നീ എങ്ങനെയാ കേട്ടെ? അതൊക്കെയുണ്ട്. ഇനി എന്തുണ്ടെന്ന്? ഈ വിവരങ്ങൾ നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് പറ. ചേച്ചി, എന്നെ ചോദ്യം ചെയ്യാനും വഴക്ക് പറയാനും നിൽക്കാതെ കിട്ടിയ വിവരങ്ങൾ വെച്ച് അടുത്ത കാര്യങ്ങൾ ചെയ്യണം. ചന്ദ്രോത്ത് പോയി സിദ്ധാർത്ഥൻ അങ്കിളിനോടും ഹരി സാറിനോടും ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കണം. പെട്ടെന്ന് എന്താന്ന് വെച്ചാ ചെയ്യേ. ശരി. അച്ഛ വേണ്ട, അവള് പറഞ്ഞതുപോലെ ഉടനെ എന്തെങ്കിലും ചെയ്യണം. എത്രയും പെട്ടെന്ന് ഉയർന്ന പോലീസ് ഓഫീസർമാരെയോ മന്ത്രിമാരെയോ ആരൊക്കെയാന്ന് വെച്ച കണ്ട് കാര്യങ്ങൾ അറിയിക്കണം. ചതിയന്മാര് ആരും രക്ഷപ്പെടാൻ പാടില്ല. പോലീസിൽ പറയുന്നതിന് മുൻപ് ആദ്യം കാര്യങ്ങളൊക്കെ ചന്ദ്രോത്ത് അറിയിക്കണം. അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരു സമാധാനം കിട്ടട്ടെ. ഇവിടെ ഇങ്ങനെ ഋഷിയെ കെട്ടിപ്പൂട്ടി ഒന്ന് വളർത്തണ്ട. ഇപ്പൊ അരുന്ധതി മേഡത്തിന്റെ മകൻ നല്ല അനുസരണമുള്ള കുഞ്ഞാടാ അല്ലേ ഋഷിക്കുട്ടാ? പിന്നെ ഋഷി ആ വേസ്റ്റ് കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെ നിലത്തൊന്നും കിടത്തിയേക്കരുത്. ഋഷി, ഇത് നിനക്കുള്ള റൂമാ. ബെഡുണ്ട്. പിന്നെ വാഷ്റൂം അവിടെ. ഒരു തടവറയല്ല, ഒരു കുഞ്ഞു സുഖവാസ കേന്ദ്രത്തിൽ കഴിയുന്ന പോലെ നല്ല കുട്ടിയായിട്ട് നിനക്കിവിടെ കഴിയാം. എന്താ? ഇതൊക്കെ നിനക്കുള്ള ഡ്രസ്സുകളാണ്. മൊത്തത്തിൽ ഈ ഗുണ്ടകളുടെ കയ്യിൽ ചെന്ന് വിട്ടാ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരൊറ്റ ഡ്രസ്സായിരിക്കും. പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട.
ആ ആ. പിന്നെ നല്ല ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് ഒരു കുക്കിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താ ഋഷി, നീ ഹാപ്പി അല്ലേ? എനിക്ക് നിങ്ങളുടെ ഈ രീതികളൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ എന്നെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നതെന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ലല്ലോ. അതിന് ഉത്തരം പറയേണ്ട ഞാനല്ല ഋഷി. അതിനുത്തരം പറയേണ്ടത് എന്റെ അമ്മയാ, അരുന്ധതി മേഡം. അമ്മയോ? അമ്മ എങ്ങനെ ഇതിൽ ഉൾപ്പെടുന്നേ? എന്റെ അമ്മ ഇതിലേക്ക് വലിച്ചിടണ്ട. എന്റെ അമ്മ കാരണേ ജീവിതം നഷ്ടപ്പെട്ട ഒരാളാ ഞാൻ. ഈ പകയും പ്രതികാരവും ഒക്കെ അരുന്ധതി മേഡത്തിന് മാത്രം ഉള്ളതല്ല, ഈ പ്രകാശനമുണ്ട്. അമ്മ നിങ്ങളോട് എന്ത് ചെയ്തു എന്നാ പറയുന്നേ? അത് നിനക്കിനി നിന്റെ അമ്മയെ കാണാൻ ഭാഗ്യം കിട്ടുമെങ്കിൽ അന്ന് അമ്മയോട് ചോദിക്ക്. പ്രകാശിനെ എന്തിനാ ദ്രോഹിച്ചെന്ന് ചോദിക്കും. നിങ്ങളോടൊപ്പം നന്ദൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോ നന്ദന് വേണ്ടി നിങ്ങൾ എന്നെ ദ്രോഹിക്കുകയാണല്ലേ? സത്യത്തിൽ എല്ലാം നന്ദന് വേണ്ടിയിട്ടാ. ചന്ദ്രോത്ത് സിദ്ധാർത്ഥന്റെയും പ്രഭാവതിയുടെയും മകൻ നന്ദന് വേണ്ടി. പക്ഷേ നിന്നെ ആരും ദ്രോഹിക്കില്ലടാ. സത്യം പറ, നന്ദൻ തന്ന കൊട്ടേഷനാണോ ഇത്? ഛെ, എന്തു കൊട്ടേഷൻ? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യൂടാ. പിന്നെ എല്ലാം കൂടി നീ ഒരുമിച്ചറിയാൻ നിന്നാ എടാ നിനക്ക് BP കൂടുവേ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നന്ദൻ അറിയാമോ? നന്ദൻ അറിയണ്ടോ? ഈ ഡെമോക്ലേസിന്റെ വാളില്ലേ, തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാള്, ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന വാള്. അങ്ങനെ ഏത് നിമിഷവും പൊട്ടി വീണ് തല തുളയ്ക്കാനുള്ള വാളാ നിനക്കിപ്പം നന്ദൻ. നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഏത് സമയം ഞാൻ പറഞ്ഞു പോകും. നീ കൂളായിട്ടിരിക്കേ. സാറ് ഇങ്ങനെ പലതും പറയും. ഇവിടെ മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഇടിച്ചു നിന്റെ കൂമ്പ് കാട്ടും. പറഞ്ഞു കേട്ടടാ. ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ഋഷി ജീവനോടെ ഉണ്ടെന്നോ? അതെ അമ്മേ, ഋഷിക്കൊന്നും സംഭവിച്ചിട്ടില്ല. സ്വന്തം മകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് നാടകം കളിക്കാൻ ഒരമ്മയ്ക്ക് എങ്ങനെയാ പറ്റുന്നേ? ഹരിയേട്ടൻ മുമ്പ് പറഞ്ഞതൊക്കെ ഇപ്പൊ സത്യമായില്ലേ? അതെ, അരുന്ധതി മാഡം ഇവിടെ വന്നതും കരഞ്ഞതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ വെറും അഭിനയമായിരുന്നു. അപ്പോ എന്റെ നന്ദനെ മനഃപൂർവ്വം കെണിയിൽപ്പെടുത്തി ആസ്വദിക്കായിരുന്നു അവളും അവളുടെ മകനും. എന്തിനു വേണ്ടിയാ ഇങ്ങനെ ഒരു നാടകം നടത്തിയെന്ന് മാത്രം മനസ്സിലാവാത്ത. സിദ്ധു, ഞാൻ ഇപ്പൊ തന്നെ ആ അരുന്ധതിയെ കാണാൻ പോകുന്നുണ്ട്. സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നേരിട്ടറിയണം. പ്രഭ, അതൊന്നും വേണ്ട. ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് നേരിട്ട് അരുന്ധതിയോട് കാര്യങ്ങൾ ചോദിക്കണം. അവളുടെ കള്ളത്തരങ്ങളിൽ ലോകത്തെ അറിയിക്കണം. എന്താ ഈ പറയുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ഞാനൊരു പത്രസമ്മേളനം വിളിക്കും. ജനങ്ങൾ മുഴുവനും അറിയട്ടെ സത്യം എന്താണെന്നും. പ്രഭ, താൻ എടുത്തിയാട്ടം കാണിച്ച അത് ബാധിക്കാൻ പോകുന്നത് നന്ദനെ തന്നെയാ. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കിയാ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ ആ കിവനും കൂട്ടരും ഒക്കെ. ഇനി നന്ദനെ കുറിച്ച് അവർക്കെങ്ങനെ ഒരു സൂചന ഉണ്ടെന്നിരിക്കട്ടെ.
കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായ അവർ നന്ദനെ അപായപ്പെടുത്തും. ഉറപ്പാ. അതെ അമ്മേ, നേരിട്ട് ചെന്ന് ചോദിക്കലും നേരെ വഴി പോകലും ഒന്നും ഇനി നടക്കില്ല. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല. അവരെങ്ങനെയാണോ നമ്മളോട് കളിച്ചത് അതേ വഴിയിൽ നമ്മളും തിരിച്ച് കളിക്കണം. അവര് വളഞ്ഞ വഴി കൂടെയാണെങ്കിൽ നമ്മളും അതേപോലെ തന്നെ പോണം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? പറഞ്ഞില്ലേ അമ്മേ, ഒരു കള്ളക്കളി നമ്മളും അങ്ങ് നടത്താൻ പോവാ. പലതും പുറത്തു കൊണ്ടുവരാനും ഇനിയും രഹസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അറിയാനും നമ്മുടേതായൊരു നീക്കം നടത്തണം. മോളെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് വിശദമാക്ക്. കൃത്യമായ ഒരു പ്ലാനിലോട്ട് ഞാൻ എത്തിയിട്ടില്ല അച്ഛാ. ശാരികയിൽ നിന്നും കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. അതിന് അവളോട് കൂടുതൽ സംസാരിക്കണം. സിദ്ധു, ഇപ്പൊ തന്നെ നമുക്കിതൊക്കെ പോലീസിനെ അറിയിച്ചൂടെ? നമ്മുടെ മോൻ ഒരു കൊലപാതകയാണെന്ന് വരുത്തി തീർത്തതും അവരെല്ലാവരും കൂടി നന്ദനെ ദ്രോഹിച്ചതും നന്ദൻ മോന്റെ മാനസിക നില തെറ്റിച്ചതും ഒക്കെ കാണിച്ച്. അതുകൊണ്ട് കാര്യമില്ല പ്രഭ. ഋഷി മരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നന്ദനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നല്ലോ. ചില സൂചനകൾ കൊടുത്തിട്ട് നന്ദനെ കൊണ്ട് സങ്കല്പിച്ച് അതിലേക്ക് എത്തിച്ചതല്ലേ. ഋഷി മരിച്ചെന്നോ നന്ദൻ കൊന്നെന്നോ അവരാരും പരാതി കൊടുത്തിട്ടില്ല. ഇതൊരു മൈൻഡ് ഗെയിമായിരുന്നു. അതെ അമ്മേ, നന്ദുവിന്റെ മനസ്സിനെ തകർക്കാൻ അവര് സമർത്ഥമായി നടത്തിയ കളിയായിരുന്നു ഇതൊക്കെ. ആ കളിക്കളത്തിൽ നന്ദു അറിയാതെ ചെന്ന് കയറിക്കൊടുത്തു. നമ്മളത് അവർക്ക് നേരെ തിരിച്ചു കളിക്കുന്നു. നമ്മൾ വല വിരിക്കും, ആ വലയിലേക്ക് അവരെ വരുത്തും. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന? പറഞ്ഞില്ലേ, ശാരികയോട് സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതിനുശേഷം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. മോളെ, എന്ത് തീരുമാനിച്ചാലും വ്യക്തമായി പഠിച്ചിട്ടേ എടുക്കാവൂ. നിസ്സാര കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലച്ചാ, ഇനി പുറകോട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. നന്ദു എവിടെയാണെന്ന് നമുക്ക് ഉടനെ കണ്ടെത്താൻ പറ്റണം. എന്തായാലും ശാരിക കാരണമാണല്ലോ ഇങ്ങനെ ഒരു വലിയ രഹസ്യം അറിയാൻ പറ്റിയത്. പല സാഹചര്യങ്ങളിലും ശാരിക ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ അവളാണല്ലോ കൊണ്ടുവന്നത്. അതല്ല, ശാരികയ്ക്ക് ഈ വിവരങ്ങളൊക്കെ എവിടുന്നാ മോളെ കിട്ടിയത്? അതാണ് പ്രധാനമായിട്ട് അറിയാനുള്ളത്. ശാരികമായിട്ട് വിശദമായിട്ടൊന്ന് സംസാരിക്കണം. ഈ രഹസ്യങ്ങളൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് അവള് തന്നെ പറയണം. ആ പ്രകാശ് അത്ര നല്ലവനൊന്നുമല്ല, പറഞ്ഞത് സത്യം. പക്ഷെ ഇന്നിപ്പോ അവൻ പറഞ്ഞതിലൊക്കെ എന്തോ കാര്യമുണ്ടെന്ന് അമ്മ പറയുന്നേ. അമ്മയ്ക്ക് എന്താ പറയാൻ പാടില്ലത്? മീരയുടെ കേസിൽ നമ്മൾ അറിയാത്ത എന്തോ കളികൾ നടന്നിട്ടുണ്ടെന്നും അരുന്ധതിയാ അതിന്റെ പിന്നിലെന്നും പ്രഭാന്റി ഉറച്ചു വിശ്വസിക്കുക. പിന്നെ കൊലക്കുറ്റത്തിന് ശിക്ഷ കിട്ടി ജയിലിൽ പോയിട്ട് വന്നവൻ പറയുന്നത് മുഴുവൻ സത്യമല്ലേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. അന്ന് മീരയെ കൊന്നത് പ്രകാശല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂ? അവരുടെ ഗുണ്ടകള് ആള് മാറി കൊന്നിട്ട് പോയെന്നല്ലേ പറയുന്നേ? അതെ, അന്ന് ആള് മാറിയതുകൊണ്ട് മീരയായി. അല്ലായിരുന്നെങ്കിലേ ആ സ്ഥാനത്ത് പ്രഭക്കുഞ്ഞോ ദേവികയോ രജനിമോളോ ഒക്കെ ആയേനെ. ഒന്ന് മിണ്ടാതിരിക്കാമേ. നീ എന്നെ മിണ്ടാതിരുത്തിട്ടൊന്നും കാര്യമില്ല. അമ്മേ, എനിക്കിതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ആഘോഷം നടക്കുന്ന ദിവസം പ്രഭ ആന്റിയെ കൊല്ലാൻ അരുന്ധതി ആളെ അയക്കുന്നു. കൊല്ലാൻ വന്നവൻ ആള് മാറുന്നു, അത് മീരയാവുന്നു. ഒരു കെട്ടുകഥ പോലെയാ തോന്നുന്നു. യഥാർത്ഥ സംഭവങ്ങളെ ചില അവസരങ്ങളിൽ കെട്ടുകഥയായിട്ടൊക്കെ തോന്നും.
പ്രഭക്കുഞ്ഞും ഞാനും ഒന്നും ആദ്യം പ്രകാശം പറഞ്ഞത് വിശ്വസിച്ചില്ല. പക്ഷെ അവൻ പറഞ്ഞു വന്നപ്പോ കാര്യങ്ങൾ സത്യമില്ലെന്ന് ഞങ്ങൾക്കും തോന്നി. ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദി അരുന്ധതി തന്നെയാ. കുറ്റം വന്നു വീണത് പ്രകാശിന്റെ തലയിലും. അമ്മ, സീരിയൽ രംഗത്തൊക്കെ പ്രകാശിനെ കുറിച്ച് വളരെ മോശം പേരാ. അവനൊരു കള്ളനാണെന്ന് തന്നെ എനിക്കും തോന്നുന്നത്. അവൻ മാത്രമേ ഉള്ളോ ഈ ലോകത്തിലെ കള്ളനായിട്ട്? കെവിൻ, ഇസബെല്ല, അങ്ങനെ എത്ര പേരാ കള്ളന്മാരായിട്ട് നമുക്ക് ചുറ്റുമുള്ളത്? അവരുടെ അത്ര ദോഷമൊന്നുമില്ലല്ലോ പ്രകാശിന്. എന്തായാലും പ്രഭകുഞ്ഞിന് അനുഭവിക്കാൻ വിധി വന്നു, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നിനു പുറകെ ഒന്നായി ശാപങ്ങൾ പോലെയാ ഓരോരോ സംഭവങ്ങൾ ചന്ദ്രോത്ത് വന്ന് വീഴുന്നത്. അതിൽ നിന്ന് എങ്ങനെയാ എല്ലാവരും രക്ഷപ്പെടാൻ പോകുന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. എത്രയും പെട്ടെന്ന് അരുന്ധതിയുടെ വീട്ടിൽ പോയി അവരോട് കാര്യങ്ങളെല്ലാം ചോദിക്കണം. പോലീസിൽ കേസ് കൊടുത്ത് മീര കേസ് വീണ്ടും കോടതിയിൽ എത്തിക്കണം. കുറ്റം ചെയ്തതിന് സകല തെളിവുകളും കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടവനാ പ്രകാശ്. ഒരു ദിവസം രാവിലെ വന്നിട്ട് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞ കോടതി മാപ്പ് കൊടുക്കാനൊന്നും പോകുന്നില്ല. അവനൊരു പക്ക ഫ്രോഡാ, ക്രിമിനൽ. പരോളിലിറങ്ങി സ്വാധീനിക്കാൻ നടക്ക്. അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വരും. അപ്പൊ നീ മാറ്റി പറയേണ്ടി വരും. ഓ പിന്നെ എന്ത് പറഞ്ഞാലുണ്ട്, തർക്കുത്തരല്ലാണ്ട് പറയില്ല. എന്തായാലും ശരി, ഇനിയും എന്തൊക്കെയോ കുഴപ്പങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനയായിട്ടാ പ്രകാശിന്റെ ഈ വരവെന്നാ എനിക്ക് തോന്നുന്നത്. ഏറ്റവും വലിയ രഹസ്യമാണ് നീ പൊളിച്ചു തന്നത്. നന്ദുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇതിലും വലിയൊരു തുമ്പ് കിട്ടാനില്ല. അതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നന്ദിയോ? ദേ ഒറ്റ ഇടിവെച്ചിരു. ഞാനിതൊക്കെ ചെയ്തതേ എന്റെ പുന്നാര ചേച്ചിക്ക് വേണ്ടിട്ടാ. ഈ ദേവിക കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കാൻ വന്നത് മറ്റൊന്ന്.